ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പി വി അൻവർ LDF നിന്ന് പുറത്തു വരുന്നോ അകത്ത് പോകുന്നോ എന്നുള്ള ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. മറ്റൊന്ന്, UDF ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നതിലും ശരിയില്ല. നേരത്തെ UDF മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു. അന്ന് UDF ഇത് പറഞ്ഞപ്പോൾ ഭരണകക്ഷിയുടെ കൂടെ നിന്ന് മൗനം പാലിച്ച ആളാണ് അൻവർ. നേരത്തെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ അന്ന് UDF പറഞ്ഞത് ശരിയാണ് എന്ന് ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന മുഴുവൻ വിവരങ്ങളുമാണ് അദ്ദേഹം പുറത്തു വരുന്നത്. UDFന് ലഭിക്കാത്ത എന്നാൽ LDFൻ്റെ അകത്തുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകക്ഷി MLA എന്ന നിലക്ക് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളുമാണ് അദ്ദേഹം പുറത്തു പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തിയത് അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പുറത്തു പറഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനിയും പറയാനുണ്ട് എന്നാണ് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ സത്യത്തിൽ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു നോക്കുകുത്തിയാണ് മുഖ്യമന്ത്രി എന്നാണ്. വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ശ്രീ അജിത് കുമാർ എഴുതി കൊണ്ടുപോയി കൊടുക്കുന്ന വാറോല വായിക്കലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്രമാത്രം നിഷ്ക്രിയമാക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ഭരണകക്ഷി MLA പറയുന്നത്. അതാണതിൽ പ്രധാനം. നമ്മൾ കാണുന്ന ആര് പറഞ്ഞു എന്നുള്ളതല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് കാലങ്ങളായി ഞങ്ങൾ പറയുന്നതല്ലേ, UDF പറയുന്നതല്ലേ. ഇതൊക്കെ അൻവറിന് അദ്ദേഹം ഇടതുപക്ഷത്തിലെ MLA ആയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടി അനുഭവപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ കേരളം കടന്നു പോകുന്ന അതിഗുരുതരമായ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് വ്യക്തമായി ഇതുവരെ അദ്ദേഹം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിൻ്റെ നേരെ വാളെടുത്തപ്പോൾ അദ്ദേഹം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കടന്ന് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ LDFുമായുള്ള ബന്ധവും പാർട്ടിയുമായുള്ള ബന്ധവും സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ചർച്ചാ വിഷയമല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. ഇനി അദ്ദേഹം പറയുന്നത് കൂടുതൽ പറഞ്ഞാൽ കേരളം ഞെട്ടിപ്പോകും എന്നാണ്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട UDF നേരത്തെ ഉന്നയിച്ചതും ഭരണകക്ഷി MLA ഇപ്പോൾ ഉന്നയിക്കുന്നതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം. ഒരു ഭരണകക്ഷി MLA മാത്രമല്ല, LDFിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPI പോലും അതിശക്തമായി ആഭ്യന്തര വകുപ്പിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പരസ്യമായി. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം കേരളം ഇതുവരെ ഒരു മുന്നണിയിലെ ഭരണകാലത്തും കണ്ടിട്ടില്ല. നമുക്കറിയാലോ, ഇപ്പോൾ പൂരം കലക്കിയ ആരോപണം, ആ ആരോപണത്തിൽ പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ ADGP ആണ്. പക്ഷെ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അതേ ADGPയെയാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മൾ സാധാരണ പറയുന്നുണ്ട് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക. ഒരു പ്രതിയെ വിധി പറയാൻ ഏൽപ്പിക്കുകയാണ്. പൂരം കലക്കിയ സംഭവത്തിൽ ഒന്നാമത്തെ പ്രതി ADGP ആണ് എന്നതാണ് അതിനെപ്പറ്റിയുള്ള ആക്ഷേപം. എല്ലാവരും പറയുന്നത്, ഭരണകക്ഷിയും പ്രതിപക്ഷവും അൻവറും എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ്. CPI അതിശക്തമായി പറയുന്നു. അവരുടെ സ്ഥാനാർത്ഥിയെ, LDFിൻ്റെ സ്ഥാനാർത്ഥിയെ, CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ADGPയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായി പറയാണ്. ആ ADGPയെ തന്നെ ആ ആരോപണം അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നമ്മളെ ചെവി മുളച്ചതിന് ശേഷം സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര ബാലിശമായാണ് കാര്യങ്ങൾ പോകുന്നത്, എത്ര നിസ്സാരമായാണ് ഈ ഗവൺമെൻറ് കാര്യങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് അന്വേഷണം പറയാം. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. RSSും ADGPയും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. അൻവർ പറഞ്ഞത് 1924 ഏറ്റവും വലിയ തമാശയാണ് അത് എന്ന്. അതെന്തായിരിക്കോട്ടെ, പക്ഷേ ADGP RSS നേതാക്കളെ കണ്ടു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ.
നിശ്ചയിച്ചിട്ടില്ല. ADGP സമ്മതിച്ചല്ലേ? ADGP സമ്മതിച്ചതാണ്. RSS ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കേണ്ടി വന്നതാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? വ്യക്തമല്ലേ? അതിന് പേരിൽ നടപടി എടുക്കണ്ടേ? അല്ലെങ്കിൽ ADGPയോട് എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു വാങ്ങിയാൽ പോരെ? അതിന് 6 മാസത്തെ സമയം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു അന്വേഷണ പ്രവർത്തനങ്ങൾ, കുറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം, ഇതൊക്കെ കാണുമ്പോൾ നാട്ടിൽ നടക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് തോന്നും. ADGPയെ പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാണ് RSS നേതാക്കളെ കാണാനും പൂരം കലക്കാനും. അതുകൊണ്ടാണ് ADGPക്കെതിരെ അന്വേഷിക്കാത്തത് എന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് പൂരം കലക്കിയ സംഭവം വിശ്വാസികളെ വളരെയേറെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിസ്സാരമായി കളയാൻ കഴിയില്ല, ഗൗരവമായി എടുക്കുകയാണ് UDF. ഞങ്ങളുടെ ഭാവി ഇത് സംബന്ധിച്ച് ഗൗരവമായ സമരപരിപാടികളുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ അൻവറിനെ സ്വീകരിക്കാനോ അൻവറിനെ ശരിവെക്കാനോ അല്ല, അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ശക്തമായ സമരപരിപാടികളിലേക്ക് UDF പോവുകയാണ്. ഇന്ന് കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട UDF ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് സമരപ്രഖ്യാപനം നടത്തും. അതോടുകൂടി UDF ഇതിനെക്കുറിച്ച് ശക്തമായ സമരരംഗത്തേക്ക് പോകും.